കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ കേൾക്കുന്ന പറയുന്ന വാർത്തയാണ് ശബരിമലയിലെ സ്വർണം ചെമ്പായതെങ്ങനെ എന്നത്. ഇതിപ്പോൾ മറ്റൊരു മാറ്റമുണ്ടാകുന്നു. കേരള സർവകലാശാലയിലെ ഫണ്ട് ഡോളറാക്കി മാറ്റി എന്നത്. 20,000 ഇന്ത്യൻ രൂപയ്ക്ക് പകരം 20,000 US$ വിദേശ ബാങ്കിന് കൈമാറിയെന്നാണ് സ്ഥിരീകരണം. കേരള സർവകലാശാലയുടെ ലാറ്റിൻ അമേരിക്കൻ പഠന കേന്ദ്രത്തിൽ നടന്ന ഡോളർ തട്ടിപ്പാണ് പുറത്തുവരുന്നത്. തട്ടിപ്പ് 3 വർഷമായി മൂടിവച്ചിരിക്കുകയാണ് കേരള സർവകലാശാല. ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരും. വീണ, എന്താണ് ഈ വാർത്ത? ലാറ്റിൻ അമേരിക്കൻ പഠന കേന്ദ്രം 20,000 ഇന്ത്യൻ രൂപ, അത് 20,000 US$ ആക്കി വിദേശ ബാങ്കിന് കൈമാറുന്നു. എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, കേരള സർവകലാശാലയിലെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതായത് ലാറ്റിൻ അമേരിക്കൻ പഠന കേന്ദ്രത്തിൽ ഒരു പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണങ്ങളോ അല്ലെങ്കിൽ ലേഖനങ്ങളോ ഒന്നും പ്രസിദ്ധീകരിക്കാത്ത വിദേശിയായ ഒരു ജേർണലിസ്റ്റിനെ സമീപിക്കുന്നു. ഇദ്ദേഹം ഓൺലൈൻ വഴിയാണ് ലാറ്റിൻ അമേരിക്കൻ പഠന കേന്ദ്രത്തിൽ ഒരു പ്രഭാഷണം നടത്തുന്നത്. ഈ പ്രഭാഷണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് 20,000 രൂപ, ഡോളറായിട്ടുള്ള 20,000 രൂപ, ഡോളറിൽ 20,000 രൂപയാണ് ഇതിനുള്ള ഒരു വേതനമായി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഈ $230 തുല്യമായിട്ടുള്ള 20,000 ഇന്ത്യൻ രൂപയ്ക്ക് പകരം 20,000 ഓൺലൈൻ വഴിയായിട്ട് ഇത് നൽകിയിട്ടുള്ളതെന്നുള്ള ഗുരുതരമായ ക്രമക്കേടിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഈ ഒരു പ്രഭാഷണത്തിനായിട്ട് ഈ ഒരു തുക നൽകുന്നു. ഇത് നൽകുന്നതാകട്ടെ ഈ വിദേശിക്ക് നൽകുന്നതിനായിട്ട് ഒരു കൺസൾട്ടന്റ് വഴിയാണ്, മുഖേനയാണ് ഈ ഒരു തുക കൈമാറിയിരിക്കുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള മറ്റ് വിവരങ്ങളോ ഒന്നും സർവകലാശാലയിലെ മറ്റ് മുതിർന്ന അധികൃതർക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ വിവരങ്ങളോ ഒന്നും തന്നെ കൈമാറിയിട്ടില്ല. പൊളിറ്റിക്കൽ സയൻസിലെ പ്രൊഫസറായിട്ടുള്ള ഗിരീഷ് കുമാറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നത്. കാര്യവട്ടത്തെ ബാങ്ക് മുഖേനയാണ്, SBI ബാങ്ക് മുഖേനയാണ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്, ഈ ഒരു സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുള്ള എന്നുള്ളതാണ്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തരത്തിലുള്ള അറിയിപ്പോ അല്ലെങ്കിൽ ഡയറക്ടർക്കോ കേരള സർവകലാശാലയിലെ രജിസ്ട്രാർക്കോ ഡയറക്ടർക്കോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിൽ പണം കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല. സർവകലാശാലയിലെ രജിസ്ട്രാറേയും ഡയറക്ടറേയും ഒക്കെ ധരിപ്പിച്ചിരിക്കുന്നത് 20,000 രൂപ ഇന്ത്യൻ രൂപയാണ് നൽകിയിരിക്കുന്നത്, ഡോളർ അല്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഈ തുക തിരികെ വാങ്ങി എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ നേരിട്ട് അല്ലാതെ ഇന്ത്യൻ രൂപയായി 20,000 രൂപയും കൈമാറിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ളൊരു സാമ്പത്തിക ക്രമക്കേട് നടന്നിരിക്കുന്നു. മാത്രമല്ല, ഒരു കൺസൾട്ടന്റ് മുഖേന ഇത്തരത്തിലൊരു തുക നൽകിയത് എന്തിനെന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സംഭവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അല്ല, ഡയറക്ടറാണ് ബാങ്ക് ഓംബുഡ്സ്മാന് പരാതി നൽകിയത്. പരാതി നൽകിയിട്ടും ഈ ഒരു പണം തിരിച്ചു വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നില്ലെന്ന് കൂടിയുള്ള വിമർശനം ശക്തമാവുകയാണ്. അതായത് പലതരത്തിലുള്ള ഫണ്ടുകളുണ്ട്. ഈ ലാറ്റിൻ അമേരിക്കൻ പഠന കേന്ദ്രത്തിന് നൽകിയ ഫണ്ടിൽ നിന്നാണ് $20,000 ഈ വിദേശിക്ക് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇദ്ദേഹം കേരളത്തിൽ വരികയോ അല്ലെങ്കിൽ കേരള സർവകലാശാലയിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടൊരു പ്രഭാഷണം എടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. വളരെ നിശ്ചിതമായ സമയത്ത് ഓൺലൈൻ വഴിയായിട്ടാണ് ഈ വിദേശിയായിട്ടുള്ള ജേർണലിസ്റ്റ് പ്രഭാഷണം നടത്തിയിരിക്കുന്നത്. അതിനാണ് ഇത്തരത്തിൽ ഭീമമായിട്ടുള്ള ഒരു തുക നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. വിഷയത്തിൽ ഉപസമിതിയിൽ നിന്നടക്കം റിപ്പോർട്ട് VC ഡോക്ടർ മോഹൻ കുന്നുമേലിനടക്കം നൽകിയിട്ടുണ്ട്. എന്നാൽ വിശദീകരണവുമെന്നും അപ്രാപ്യമെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉള്ള നിലപാടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തണം, ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് നടന്നതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് സേവ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിവിധ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ലാറ്റിൻ പഠന കേന്ദ്രത്തിന് നൽകിയിരിക്കുന്ന ഒരു ഫണ്ടിൽ നിന്ന് ഭീമമായ തുക മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി, ഒരു ഓൺലൈൻ പ്രഭാഷണത്തിന് വേണ്ടി നൽകിയിരിക്കുന്നു. അത് നേരിട്ടല്ല, SBI ബാങ്ക് വഴി ഇടപെടൽ നടത്തിയിരിക്കുന്നു. അതിന് ഇടനിലക്കാരനായിട്ട് ഒരു കൺസൾട്ടന്റിനെ കൂടെയാണ് വച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു സാമ്പത്തിക ക്രമക്കേടിൽ എന്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്ര ഭീമമായിട്ടൊരു തുക നൽകിയിരിക്കുന്നത്? ഒപ്പം തന്നെ ഒരു കൺസൾട്ടന്റിനെ എന്തിന് ഇടനിലക്കാരനാക്കി എന്നുള്ള ചോദ്യം കൂടി ബാക്കിയാവുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് സേവ് യൂണിവേഴ്സിറ്റി പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. കൃഷ്ണരാജ്, ശബരിമലയിൽ സ്വർണം ചെമ്പായെങ്കിൽ കേരള സർവകലാശാലയിൽ ഫണ്ട് ഡോളറായി മാറുകയാണ്, രൂപ ഡോളറായി മാറുകയാണ്. അടിമുടി അഴിമതിയെന്ന് വ്യക്തമാകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ.